السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، ما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമായ വിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീറിൽ മുഹമ്മദ് നസീബ് അർ-റിഫാഇ റഹിമഹുല്ലാഹ് എഴുതിയ തഫ്സീറുൽ വാളിഹ് അലാ നഹ്ജി സലഫി സ്വാലിഹ് എന്ന തഫ്സീറിൻ്റെ അടിസ്ഥാനത്തിൽ സൂറത്ത് ഖാഫിൻ്റെ തഫ്സീറുകൾ കഴിഞ്ഞ ദർസുകളിൽ നാം ആരംഭിച്ചു. അതിലാദ്യത്തെ 5 ആയത്തുകളാണ് കഴിഞ്ഞ ദർസുകളിലായി നാം പറഞ്ഞത്. 5 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറയുകയും അതിനുശേഷം ബഅസിനെ, പുനരുദ്ധാനത്തിനെ സ്ഥാപിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അതിനെ നിഷേധിച്ച ആളുകൾക്കുള്ള മറുപടി ആയിക്കൊണ്ടുള്ള ചില കാര്യങ്ങളാണ് പരാമർശിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനെ നിഷേധിക്കുന്ന അല്ലെങ്കിൽ ഖുർആനിനെ കളവാക്കുന്ന ആളുകൾ അവർ പല രീതിയിൽ ഈ പുനരുദ്ധാനത്തിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ദീനിനെയും എല്ലാം കളവാക്കിയിരുന്നു. ഓരോ കാരണങ്ങൾ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയും റസൂലിനെ പറ്റിയും റിസാലത്തിനെ പറ്റിയെല്ലാം ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തുടർന്നുള്ള ആയത്തുകളിൽ അഥവാ 6 മുതലുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്ന കാര്യം ഈ കളവാക്കിയ ആളുകൾക്ക് കണ്ടു ബോധ്യപ്പെടാൻ പറ്റുന്ന യാഥാർത്ഥ്യങ്ങളെ പറഞ്ഞുകൊണ്ടാണ്. അഥവാ ഖുർആനിലും ഹദീസിലും ധാരാളം കാര്യങ്ങൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കൽബ് ശ്രദ്ധയോടുകൂടി, അവൻ്റെ കൽബ് ഉണർന്നുകൊണ്ട് ശ്രദ്ധയോടുകൂടി പാരായണം ചെയ്താൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവന് മനസ്സിലാക്കാൻ സാധിക്കും. ഐനുൽ കൽബ് കൊണ്ട് പാരായണം ചെയ്യുന്ന കാര്യങ്ങൾ അവൻ്റെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ അവൻ ചിന്തിക്കുകയാണ് എങ്കിൽ അവന് ഒരുപാട് കാര്യങ്ങൾ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട്. എന്നാൽ അത്ര കൽബ് ഹയ്യല്ലാത്ത, കൽബ് ജീവനില്ലാത്ത, ഇങ്ങനെ പല രീതിയിൽ സംശയത്തിലുള്ള അങ്ങനെയുള്ള ആളുകൾക്ക് കണ്ടു ബോധ്യപ്പെടാവുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുണ്ട്. ആ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ചിട്ടാണ് അടുത്ത ആയത്തുകളിൽ പരാമർശിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. 6-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, അഫലം യൻദുറൂ ഇലസ്സമാഇ ഫൗഖഹും കൈഫ ബനൈനാഹാ. അഫലം യൻദുറൂ, അവർ നോക്കുന്നില്ലേ, അവർ കാണുന്നില്ലേ, ഇലസ്സമാഇ ഫൗഖഹും, അവരുടെ മുകളിലുള്ള ആകാശത്തിലേക്ക് അവർ നോക്കുന്നില്ലേ, അല്ലെങ്കിൽ അവർ കാണുന്നില്ലേ എന്നുള്ള അർത്ഥത്തിൽ. കൈഫ ബനൈനാഹാ, എങ്ങനെയാണ് നാം അതിനെ നിർമ്മിച്ചിട്ടുള്ളത് എന്ന്. അഥവാ ആ ആകാശങ്ങൾ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, ആകാശം എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർമ്മിച്ചിട്ടുള്ളത്, നാം അതിനെ നിർമ്മിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് അവർ നോക്കുന്നില്ലേ. തഫ്സീറിൽ മുഹമ്മദ് നസീബ് അർ-റിഫാഇ റഹിമഹുല്ലാഹ്, മുഅല്ലിഫ് റഹിമഹുല്ലാഹിനെ തുടർന്നു കൊണ്ട് തന്നെ എഴുതുകയാണ്, ഐ ഖലഖനാഹ, അതായത് ബനൈനാഹ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് നിർമ്മിച്ചത്, ബന എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുക. അവിടെ അല്ലാഹു തആല നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? ഖലഖനാഹ, അല്ലാഹു തആല സൃഷ്ടിച്ചത്. വസയ്യന്നാഹ, നാം അതിനെ അലങ്കരിപ്പിച്ചതും അലങ്കാരമാക്കിയതും. സീനത്ത്, അലങ്കാരം എന്നുള്ളത് എന്താണ് അതിൻ്റെ ഉദ്ദേശം? ബിൽ കവാകിബിസ് സാഹിറ, അലങ്കാരമായിട്ടുള്ള നല്ല അത്ഭുതം കൂറുന്ന ആ നക്ഷത്രങ്ങളെ കൊണ്ട് അതിനെ അലങ്കരിച്ചത്. വമാ ലഹാ മിൻ ഫുറൂജിൻ, ആ ആകാശത്തിനില്ല ഒരു വിടവും. ഐ ഷുഖൂഖുൻ തഈബുഹ, ഒരു ന്യൂനതയായി പറയാൻ എന്തെങ്കിലും ഒരു തരക്കുള്ള ഒരു വിടവോ അല്ലെങ്കിൽ പൊട്ടലോ അല്ലെങ്കിൽ അതുപോലെയുള്ള കുഴപ്പമോ ഒന്നും ആ ആകാശത്തിൽ ഇല്ലതാനും എന്ന് അല്ലാഹു തആല പറയുകയാണ്.
അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദൃഷ്ടാന്തമായി മനുഷ്യന് നോക്കിക്കാണാവുന്ന, അവന് ഒന്ന് കണ്ണുയർത്തിയാൽ, തല ഉയർത്തി മുകളിലോട്ട് നോക്കിയാൽ അത്ഭുതങ്ങൾ നിറഞ്ഞിട്ടുള്ള ആ ആകാശത്തെ കാണിച്ചുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അവർ ആകാശത്തിലേക്ക് നോക്കുന്നില്ലേ എന്നുള്ളത്. അതിനെ എങ്ങനെയാണ് ഒരുക്കിയിട്ടുള്ളത്? അത് ഉയരത്തിലായിക്കൊണ്ട് കൃത്യമായ ഒരു രീതിയിലായിക്കൊണ്ട് നിൽക്കുന്നു. അതിലോരോ കാര്യങ്ങൾ മാറി മാറി വരുന്നു, അതിലോരോ കാര്യങ്ങൾ സംഭവിക്കുന്നു. ആ കാര്യങ്ങളെല്ലാം സംവിധാനിച്ചിട്ടുള്ളത്. അതിൽ പ്രത്യേകം എടുത്തു പറഞ്ഞു വസയ്യന്നഹ, അതിനെ നാം അലങ്കരിച്ചിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ്? നക്ഷത്രങ്ങളെ കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യമായിക്കൊണ്ട് 3 കാര്യങ്ങളാണ് ഖുർആനിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലായിക്കൊണ്ട് എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതിലൊന്നാമത്തേത് ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഒരു അലങ്കാരമാണ്. സൂറത്തുൽ മുൽക്കിലെല്ലാം അല്ലാഹു തആല അതേ കാര്യം പറയുന്നുണ്ട്, ഒരു സീനത്താണ് എന്നുള്ള നിലക്ക്. രണ്ടാമത്തേത് അൽഇഹ്തിദാഉ ബിഹാ ഫിദ്ദുലുമാത്ത്, രാത്രികളിൽ ദിശയറിയാൻ വേണ്ടി, സമയമറിയാൻ വേണ്ടിയെല്ലാം എന്തുപയോഗിക്കാറുണ്ട്? നക്ഷത്രങ്ങളെ. അതിനെക്കുറിച്ച് അറിവുള്ള ആളുകൾ അവർക്കറിയാം. പ്രത്യേകിച്ചും പണ്ട് കാലത്ത് കടലിലൂടെ എല്ലാം യാത്ര പോകുന്ന ആളുകൾക്ക് സമയം അറിയാനും അതുപോലെ ദിശ അറിയാനുമെല്ലാം നക്ഷത്രങ്ങൾ, ഓരോ നക്ഷത്രങ്ങൾ അത് ഇന്ന ഭാഗത്താകുന്ന സമയം ഇത്ര മണിയായിട്ടുണ്ടാകും, അല്ലെങ്കിൽ അതിൻ്റെ ദിശ ഏത് പടിഞ്ഞാറാണോ കിഴക്കാണോ അതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾക്കറിയാം. സൂറത്തുൻ നഹ്ലിൽ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് വബിൻ നജ്മി ഹും യഹ്തദൂൻ, നക്ഷത്രങ്ങൾ അവർക്ക് വഴി കാണാനുള്ളതാണ് എന്നുള്ളത്. പിന്നൊന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് പിശാചുക്കൾ, ശൈത്താൻ, പിശാചുക്കൾ ആകാശത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്ന കാര്യങ്ങൾ, അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ മലക്കുകളുടെ അടുക്കൽ എത്തുന്ന സമയത്ത് അതിനെ കട്ടുകയക്കാൻ നിൽക്കുന്ന പിശാചുക്കളെ എറിഞ്ഞോടിക്കാനുള്ള ഒരു കാര്യമായിട്ട് നക്ഷത്രങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ജിന്നിൽ അത് പരാമർശിക്കുന്നുണ്ട്. സൂറത്തുൽ മുൽക്കിൽ ഈ നക്ഷത്രങ്ങളെ പറ്റി പറയുന്നതിന് തുടർച്ചയായി വജഅൽനാഹ റുജൂമൻ ലിശ്ശയാത്തീൻ, പിശാചുക്കളെ എറിഞ്ഞോടിക്കാനുള്ള കാര്യമാക്കി ആ നക്ഷത്രങ്ങളെ മാറ്റിയിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാണാം. അപ്പോൾ ഈ 3 ലക്ഷ്യങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒന്ന് അലങ്കാരമായി, ഒന്ന് ദിശയും സമയവും എല്ലാം കണക്കാക്കാൻ വേണ്ടി, 3 പിശാചുക്കളെ എറിഞ്ഞോടിക്കാൻ വേണ്ടി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ആയത്തിലും ഇതുപോലെയുള്ള ആയത്തുകളിൽ ധാരാളം ആയത്തുകൾ ഖുർആനിൽ അല്ലാഹു തആല ആകാശത്തിലേക്കും ഭൂമിയിലേക്കും എല്ലാം നോക്കാനും ചിന്തിക്കാനും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് നിസ്സാരമായൊരു കാര്യമല്ല, അത് ഗൗരവത്തിൽ നാം എടുക്കേണ്ട കാര്യമാണ്. കാരണം നമ്മുടെ ഈമാനിൽ അതുണ്ടാക്കുന്ന മാറ്റം വളരെ വലുതാണ്. ഈമാൻ യസീദ് വയൻഖുസ്, കൂടുകയും ചെയ്യും കുറയും ചെയ്യും. കുറയുന്ന സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ അത് കൂടാനുള്ള ഒരു മാർഗമാണിത്. അതുപോലെ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ മനസ്സിലാക്കാൻ, പരലോകത്തെ ഓർമ്മിക്കാൻ, അങ്ങനെ ധാരാളം കാര്യങ്ങൾക്ക് അത് ഉപകരിക്കും. 1-2 ഹദീസുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ അതാ ഇബ്നു അബീ റബാഹയും ഉബൈദ് ഇബ്നു ഉമൈർ താബിഈങ്ങളാണ്. താബിഈങ്ങളിൽ ഇൽമുള്ള ഇമാമിങ്ങളായിട്ടുള്ള ആളുകളാണ്. അവർ രണ്ടുപേരും ആയിഷ റളിയല്ലാഹു അൻഹയെ സന്ദർശിക്കാൻ പോയി. നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയെ സന്ദർശിക്കാൻ പോയി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷമാണ്. അങ്ങനെ ഹിജാബിൻ്റെ അപ്പുറത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുണ്ട്, പുറത്ത് അതാ റളിയല്ലാഹു അൻഹും ഉബൈദ് റളിയല്ലാഹു അൻഹും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഉബൈദിനോട് ചോദിച്ചു, ഉബൈദ് ബിൻ ഉമൈർ റഹിമഹുള്ളയോട് ചോദിച്ചു, യാ ഉബൈദ് മാ യംനഉക മിൻ സിയാറത്തിനാ, ഉബൈദ് എന്താണ് ഇത്ര കാലമായിട്ട്, കുറേ കാലമായല്ലോ നമ്മളടുത്ത് വന്നിട്ട്, നമ്മൾ സന്ദർശിക്കാനൊക്കെ വന്നിട്ട് കുറേ കാലമായല്ലോ, എന്താണ് ഇത്ര വൈകിയതെന്ന് ചോദിച്ചു. അപ്പോൾ ഉബൈദ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്കാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കാതെ, അഥവാ അടുപ്പിച്ചടുപ്പിച്ച് സന്ദർശിക്കാതെ കുറച്ച് ഗ്യാപ്പിട്ട് സന്ദർശിക്കാനുള്ള കാരണം എന്താണ്? ഹദീസ് സുർ ഗിബ്ബൻ തസ്ദദ് ഹുബ്ബൻ, കുറച്ച് ഇട കൊടുത്തുകൊണ്ട് സന്ദർശിച്ച് കഴിഞ്ഞാൽ ഇഷ്ടം കൂടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അഥവാ എന്നും പോയി ഒരാളെ കാണുമ്പോൾ അവിടെ ഒരു ബുദ്ധിമുട്ടാവുകയോ അല്ലെങ്കിൽ ഇഷ്ടത്തിന് കുറവ് വരികയോ ചെയ്യും. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെ പോകുമ്പോൾ ആ രീതിയിലാകും എന്നുള്ള നിലക്ക് പറഞ്ഞു. അങ്ങനെ അവർ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഉബൈദ് ബിൻ ഉമൈർ റഹിമഹുല്ലാ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, ഫഖ്ബിരീന ബിഅഅജബി ഷൈഇൻ റഅയ്തീഹി മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾ കണ്ട, അഥവാ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്, നിങ്ങൾ കണ്ട ഏറ്റവും അത്ഭുതമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയിക്കണം, ഞങ്ങളോട് പറയണമെന്ന് പറഞ്ഞു, ഞങ്ങൾക്കൊന്ന് അറിയിച്ചു തരണമെന്ന് പറഞ്ഞു.
ഖാല ഫബക്കത്ത്. ഇത് കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ കരയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, കുല്ലു അംരിഹി കാന അജബൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ കാര്യവും എന്തായിരുന്നു? അത്ഭുതമായിട്ടുള്ള അല്ലെങ്കിൽ മഹത്തരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഒരു ദിവസം എന്നോടൊപ്പമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർക്ക് ഓരോ ദിവസങ്ങൾ വിധിച്ചിട്ടുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്നോടൊപ്പമുള്ള ദിവസത്തിൽ എൻ്റെ കൂടെ താമസിക്കുന്ന രാത്രി ഉറങ്ങുന്ന സമയത്ത് ഉറക്കത്തിന് രാത്രി നിസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു, ദരീനി അതഅബ്ബദു ലിറബ്ബി അസ്സ വജൽ. ആയിഷ, ഞാൻ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എഴുന്നേൽക്കട്ടെ, ഞാൻ നിസ്കരിക്കാൻ നിൽക്കട്ടെ എന്നുള്ളത്. കാരണം ആ രാത്രി ഭാര്യയ്ക്ക് അവകാശപ്പെട്ട ഭാര്യയുടെ അവകാശങ്ങൾ പൂർത്തീകരിച്ച് കൊടുക്കേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് അതിനേക്കാൾ പ്രാധാന്യമുള്ള ഒരു കാര്യത്തിലേക്ക് പോകുമ്പോൾ ഭാര്യയോട് അറിയിക്കുകയാണ്. ഞാൻ നിസ്കരിക്കട്ടെ എന്ന് നിലക്ക് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് വുളു എടുക്കാനുള്ള വെള്ളമുള്ള പാത്രത്തിൻ്റെ അടുക്കൽ വെള്ളം എടുത്ത് വുളു എടുത്ത് നിസ്കാരം തുടങ്ങി. നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയാണ്. താടി കുതിരുമാറ് കരഞ്ഞു, സുജൂദിൽ ആയിക്കൊണ്ട് കരഞ്ഞു. അങ്ങനെ വീണ്ടും അത് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും വന്ന് കിടന്നു. അങ്ങനെ ഒന്ന് ചെരിഞ്ഞ് കടന്നു, വീണ്ടും എഴുന്നേറ്റ് നിസ്കരിക്കുന്നുണ്ട്. അങ്ങനെ രാവിലെ ആകുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കാൻ വേണ്ടി വന്നു മസ്ജിദിലേക്ക്. മസ്ജിദിൻ്റെ അടുത്താണ് വീട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം കരഞ്ഞതായിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു മനസ്സിലാകുന്നുണ്ട്, അല്ലെങ്കിൽ കേൾക്കുകയോ കാണുകയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് മാ യുബ്കീക് വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. ബിലാൽ എന്ന് ചോദിച്ചു, എന്താ റസൂൽ നിങ്ങളങ്ങനെ കരയിപ്പിച്ച കാര്യം? അള്ളാഹു തആല നിങ്ങൾ കഴിഞ്ഞതും വരാൻ പോകുന്നതുമായ പാപം എല്ലാം പുറത്ത് തന്നിട്ടുള്ളതല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം പ്രത്യേകതയാണത്. വേറെ ഒരു ആൾക്കും എന്തില്ല, വരാൻ പോകുന്ന പാപങ്ങൾ പുറത്തു കൊടുത്തിട്ടില്ല. അതൊരാളെ പറ്റിയും പറയാൻ പാടില്ല. അത് റസൂലുള്ളാഹിക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, ലഖദ് ഉൻസിലത് അലയ്യ ലൈല ആയാതുൻ വൈലുൻ ലിമൻ ഖറഅഹാ വലം യതദബ്ബർ ഫീഹാ. അവിടുന്ന് പറഞ്ഞു, എനിക്ക് ഇന്നലെ ചില ആയത്തുകൾ ഇറക്കപ്പെട്ടു. ഇന്നലെ രാത്രിയിൽ ആ ആയത്തുകൾ പാരായണം ചെയ്യുകയും അതിനെക്കുറിച്ച് ഉറ്റാലോചിക്കുകയും ചെയ്യാതിരിക്കുന്നവർക്ക് അവർക്ക് നാശമാണ് എന്ന നിലക്ക് പറഞ്ഞു. ഔകമാ ഖാല അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു വാക്ക് പറഞ്ഞു. ഏതാണ് ആ ആയത്തുകൾ എന്നുള്ളത്? ഏതാണ്? സൂറത്ത് ആലി ഇംറാനിലെ അവസാനത്തെ ആയത്തുകളാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. ഈ ആയത്തുകൾ, അവസാനത്തെ 10 ആ ആയത്തുകളുടെ ആ ഭാഗം എന്താണ് ചോദിക്കുന്നത്? എന്താണ് അതിൽ പറയുന്നത്? എന്താണ്? ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തമുണ്ട്. എന്നിട്ട് ഈ ആയത്തുകൾ ഓതിയിട്ട് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈലുൽ ലിമൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ. ആരാണോ ഇത് പാരായണം ചെയ്യുന്നത് എന്നിട്ട് അതിനെ സംബന്ധിച്ച് ഉറ്റാലോചിക്കാത്തത്, അവന് നാശമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ് ആയത്തിൽ പറയുന്നത്? എന്താ ആയത്ത് എങ്ങനെ ഉറ്റാലോചിക്കുക? അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലെ മഹത്തായ ഈ കാര്യങ്ങളെക്കുറിച്ച് ഉറ്റാലോചിക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നിസ്കാരത്തിൽ എഴുന്നേൽക്കുമ്പോഴെല്ലാം ഈ ആയത്തുകൾ പാരായണം ചെയ്തിരുന്നു എന്നും ആകാശത്തിലേക്ക് നോക്കിയിരുന്നു എന്നും മറ്റൊരു ഹദീസിൽ കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്ന വേറൊരു ഹദീസിൽ കാണാം. ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കുട്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് സമയത്ത് 10 വയസ്സിൻ്റെ ഉള്ളിലേ ഉണ്ടാവുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ താമസിക്കാൻ പോയി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നൊക്കെ നോക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയുടെ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഫഖറജ ഫനദറ ഫിസ് സമാഇ ثم തലാ ഹാദിഹിൽ ആയ ഫി ആലി ഇംറാൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കാരത്തിന് എഴുന്നേറ്റ് പുറത്തിറങ്ങിയിട്ട് ആകാശത്തേക്ക് നോക്കും. എന്നിട്ട് ഈ ആയത്തുകൾ പാരായണം ചെയ്യും. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ ആയത്ത് പാരായണം ചെയ്യും. الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض. അതിൽ ദൃഷ്ടാന്തമുണ്ട് എന്നിട്ട് പറയാണ്, എങ്ങനെയുള്ള ആളുകളാണ്? അവർ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടുമെല്ലാം അള്ളാഹുവിനെ ഓർക്കുന്നവരും ആകാശഭൂമികളെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഉറ്റാലോചിക്കുന്നവരും. റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. റബ്ബേ, നീ ഇത് സൃഷ്ടിച്ചത് ബാത്തിലായിട്ടല്ല, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള ദുആ എല്ലാം ചെല്ലുന്ന ആളുകളാണെന്ന്. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി മിസ്വാക്ക് ചെയ്ത് വുളു എടുത്ത് നിസ്കരിക്കും. പിന്നെ വീണ്ടും കിടക്കും.
പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും എഴുന്നേൽക്കും, വീണ്ടും പുറത്തു പോകും, എന്നിട്ട് ആകാശത്തേക്ക് നോക്കും, ഈ ആയത്തുകൾ പാരായണം ചെയ്യും, വീണ്ടും മിസ്വാക്ക് ചെയ്യും, വുദു എടുക്കും, നിസ്കരിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രാത്രിയിൽ എഴുന്നേൽക്കുമ്പോഴെല്ലാം ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. എന്നിട്ട് പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെക്കുറിച്ചുള്ള, മഖ്ലൂഖാത്തുകളെക്കുറിച്ചുള്ള ഫജമഅ സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന തഫക്കുരി ഫി മഖ്ലൂഖാത്തില്ലാഹ് വൽ ഖിയാമി ഇല സ്വലാത്തി ഫജമഅ ബൈന തഅമ്മുലി വൽ അമൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൃഷ്ടികളെക്കുറിച്ചുള്ള തഫക്കുറും അള്ളാഹുവിന് മുമ്പിൽ നിന്ന് നിസ്കരിക്കലും എന്ത് ചെയ്തു? ജംഅ ചെയ്തു. തഅമ്മുലും അമലും, അഥവാ ഉറ്റാലോചിക്കുന്ന ഒരവസ്ഥയും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അമലാക്കുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു എന്ന് ഈ ഹദീസിൽ നിന്ന് ഉലമാക്കൾ തെളിവെടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇമാം നവവി റഹിമഹുല്ലാ പറഞ്ഞത് കാണാം, ഫീഹി അന്നഹു യുസ്തഹബ്ബു ഖിറാഅതുഹാ ഇൻദൽ ഇസ്തിഖാൽ ഫിൽ ലൈലി മഅൻ നദർ ഇല സമാ ലിമാ ഫീ ദാലിക മിൻ അദീമി തദബ്ബുർ. ഇത് മുസ്തഹബ്ബായിട്ടുള്ള കാര്യമാണ്. രാത്രി നിസ്കാരത്തിന് എഴുന്നേൽക്കുമ്പോൾ ആകാശത്തേക്ക് നോക്കുകയും ഈ ആയത്തുകൾ പാരായണം ചെയ്യുകയും ഇതിനെക്കുറിച്ച് ഉറ്റാലോചിക്കുകയും ചെയ്യുക. മഹത്തരമായ കാര്യങ്ങളാണ് അതിലുള്ളത്. വൈദാ തകററ നൗമുഹു വസ്തിഖാദുഹു വഖുറൂജഹു വൈദാ തകററ നൗമുഹു വസ്തിഖാദുഹു വഖുറൂജഹു ഇസ്തഹബ്ബ തക്രീറഹു قراءة هذه الآية كما ذكر في الحديث. ഈ ഹദീസിൽ വന്നതുപോലെ എത്ര തവണ എഴുന്നേൽക്കുകയാണെങ്കിലും അപ്പോഴൊക്കെ അത് ആവർത്തിക്കുക എന്നുള്ളത് മുസ്തഹബായിട്ടുള്ള കാര്യമാണ് എന്ന് ഇമാം നവവി റഹിമഹുല്ലാ എല്ലാം ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞത് കാണാം. അപ്പോൾ നമ്മൾ പറഞ്ഞ വിഷയം കുഫാറുകളോട്, അഥവാ കളവാക്കുന്ന, റസൂലിനെ കളവാക്കുന്ന, ഖുർആനിനെ കളവാക്കുന്ന, നിഷേധിക്കുന്ന ആളുകളോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആകാശത്തിലേക്ക് നോക്കാനും ഉറ്റാലോചിക്കാനും എല്ലാം പറയുന്നത്. അപ്പം അത്രയും ഈമാൻ ലഭിക്കാൻ പോലും കാരണമാകുന്ന അത്ര മഹത്തായ ഗുണപാഠങ്ങളുള്ള കാര്യമാണ് ആകാശഭൂമികളെ സൃഷ്ടിപ്പുകളെ കുറിച്ചെല്ലാം ചിന്തിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ആയത്തിൽ അല്ലാഹു തആല ആകാശത്തിലേക്ക് നോക്കാനും അതുപോലെ തന്നെ അതിൻ്റെ സൃഷ്ടിപ്പിൻ്റെ രീതിയും അതിൻ്റെ രൂപവും അതിൻ്റെ അലങ്കാരങ്ങളുമെല്ലാം ആ കുഫാറുകളോട് അല്ലാഹു തആല നിങ്ങൾക്കൊന്ന് ആലോചിച്ചുകൂടെ, ചിന്തിച്ചുകൂടെ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. അവസാനിപ്പിച്ചില്ല. ആകാശത്തിൻ്റെ പറഞ്ഞതിന് ശേഷം അള്ളാഹു ഭൂമിയെ പറ്റി പറയുകയാണ്. വൽ അർദ മദദ്നാഹാ, ഭൂമിയെ നാം വിശാലമാക്കി ഒരുക്കി തന്നു, വികസിപ്പിച്ചു തന്നിരിക്കുന്നു. ഭൂമിയെ വിശാലമാക്കി വികസിപ്പിച്ചു തന്നിരിക്കുന്നു. ഐ ബസത്നാഹാ. മുഅല്ലിഫ് റഹിമഹുല്ലാ തഫ്സീർ പറയുകയാണ്, വിശാലമാക്കിയിരിക്കുന്നു, വികസിപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശാലമാക്കി തന്നിരിക്കുന്നു. വഅൽഖൈനാ ഫീഹാ റവാസിയ, നാം അതിൽ നാട്ടുകയും ചെയ്തു, അല്ലെങ്കിൽ നാം അതിൽ വെക്കുകയും ചെയ്തു. റവാസിയ എന്ന് പറഞ്ഞാൽ ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ, വളരെ ആഴത്തിലേക്ക് ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾക്കാണ് റവാസി എന്ന് പറയാറുള്ളത്. ഐ ജിബാലൻ, പർവ്വതങ്ങൾ, അഥവാ ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങളെ അല്ലാഹു തആല അതിൽ ഒരുക്കിയിരിക്കുന്നു. നമുക്കറിയാം, പർവ്വതങ്ങൾ എന്നുള്ളത് ഭൂമിയിൽ ഒരു ആണിയെ പോലെ നിൽക്കുന്ന ഒരു കാര്യമാണ്. ഭൂമിയെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി നിൽക്കുന്ന ആണികളെപ്പോലെ, ഒരു കാര്യത്തെ നമ്മൾ ഉറപ്പിച്ച് ആണി അടിച്ചിറക്കുന്നത് പോലെ, അതുപോലെയുള്ള ഒരു സംവിധാനമാണ് പർവ്വതങ്ങൾ എന്ന് പറയുന്നത്. وَأَنبَتْنَا فِيهَا مِنْ كُلِّ زَوْجٍ بَهِيجٍ وَأَنبَتْنَا فِيهَا, ആ ഭൂമിയിൽ നാം മുളപ്പിക്കുകയും ചെയ്തു. മിൻ കുല്ലി സൗജിൻ ബഹീജ്, ചെടികൾ, മിൻ കുല്ലി സൗജിൻ ബഹീജ്, കൗതുകമുണ്ടാക്കുന്ന ജോഡികളായിക്കൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ചെടികളെ എല്ലാം നാം അതിൽ ഉണ്ടാക്കുകയും മുളപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അല്ലാഹു പറയാണ്. ഐ മിൻ ജമീഇ സുറൂഇ വസ്സിമാരി വന്നബാതി മാ ഹുവ ഹസനുൽ മൻദരി വസ്സൻഅ. എന്താണ് മിൻ ജമീഇ സുറൂഅ, എല്ലാ തരത്തിലുമുള്ള ധാന്യങ്ങൾ, അതെല്ലാം മുളച്ചു വരുന്നു, പലതരത്തിലുള്ള ധാന്യങ്ങൾ. വസ്സിമാർ, കായ്ക്കനികൾ. വന്നബാത്ത്, ചെടികൾ. മാ ഹുവ ഹസനുൽ മൻദരി വസ്സൻഅ, കാണാൻ നല്ല ഭംഗിയുള്ള, രൂപത്തിൽ നല്ല രസമുള്ള, ഭംഗിയുള്ള, എല്ലാ രീതിയിലും കൗതുകമുണ്ടാക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള ചെടികൾ അതിൽ മുളപ്പിക്കുന്നു. അപ്പോൾ ആകാശത്തിൽ അല്ലാഹു തആല നക്ഷത്രങ്ങളും അതുപോലുള്ള കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഭൂമിയിലും മനുഷ്യന്, നമ്മൾ ആലോചിച്ച് വെക്കണം, ഒരേ ഭൂമിയിൽ ഒരേ മഴ വർഷിച്ച് വെള്ളം വീഴുന്നു. ആ ഭൂമിയിൽ നിന്ന് മുളക്കുന്ന ചെടികൾ വ്യത്യസ്ത തരത്തിലാണ്, അതിലുള്ള കായ്ക്കനികൾ വ്യത്യസ്ത തരത്തിലാണ്, അതുപോലെ തന്നെ അതിൻ്റെ രുചികൾ വ്യത്യസ്ത തരത്തിലാണ്, അതിൻ്റെ നിറങ്ങൾ, രൂപങ്ങൾ എല്ലാം വ്യത്യസ്ത തരത്തിലാണ്.
അത്രയും അല്ലാഹു തആല വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഇതിനെല്ലാം സംവിധാനിച്ചിട്ടുള്ളത്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ പറയാണ്, ആകാശവും ഭൂമിയൊക്കെ പറഞ്ഞിട്ട് പറയാണ്, തബ്സിറതൻ വദിക്റാ ലികുല്ലി അബ്ദിൻ മുനീബിൻ. തബ്സിറത്തൻ എന്ന് പറഞ്ഞാൽ കണ്ടുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ, കണ്ടുകൊണ്ട് ചിന്തിക്കാൻ പറ്റുന്ന രീതിയിൽ, ആ ഒരു അവസ്ഥയിൽ. വദിക്റ, അതിനെ വീണ്ടും ഓർക്കാൻ. തബ്സിറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുകൊണ്ട് മനസ്സിലാക്കാനുള്ളത്. ദിക്റ എന്ന് പറഞ്ഞാൽ ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മിക്കുക എന്നുള്ളത്. തബ്സിറത്ത് നമ്മൾ മുമ്പ് ഏതൊരു ദർസിൽ പറഞ്ഞിട്ടുണ്ട്. തഫക്കുറും തദക്കുറും തമ്മിലുള്ള വ്യത്യാസം പരാമർശിക്കുമ്പോൾ, തഫക്കുർ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെക്കുറിച്ച് അതിനെ ഉറ്റാലോചിക്കുന്നതിനാണ് തഫക്കുർ എന്ന് പറയുക. ഇപ്പോൾ ഒരു ആയത്തുണ്ട്, ആ ആയത്തിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുക. അപ്പോൾ ആകാശഭൂമികളെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കുക, അല്ലാഹു തആല ഒരുക്കിയതിനെ കുറിച്ച് ആലോചിക്കുക, അതാണ് തഫക്കുർ. അതുപോലെയാണ് തബ്സിറത്തൻ എന്ന് പറഞ്ഞാൽ കാണുക, കണ്ടു ബോധ്യപ്പെടാൻ വേണ്ടി. ദിക്റ, തദക്കുർ എന്ന് പറഞ്ഞാൽ ആ ബോധ്യപ്പെട്ട കാര്യം എന്താണോ അത് വീണ്ടും വീണ്ടും ഓർക്കുക എന്നുള്ളതിനാണ് തദക്കുർ എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലായ കാര്യത്തെ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും വീണ്ടും ഓർക്കുന്നതിന്. ആ ഓർത്ത കാര്യങ്ങളിൽ വീണ്ടും തഫക്കുർ ആവശ്യമാണ്, ആ തഫക്കുറുണ്ടായ കാര്യങ്ങളിൽ വീണ്ടും തദക്കുർ ആവശ്യമാണ്. ഇത് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കേണ്ട കാര്യമാണ്. തഫക്കുർ ഉണ്ടാവണം, അതിനെ തദക്കുർ ചെയ്യണം. തദക്കുറുണ്ടായ കാര്യത്തിൽ വീണ്ടും തഫക്കുർ ഉണ്ടാവണം, വീണ്ടും തദക്കുർ ഉണ്ടാവണം. അവിടെ തബ്സിറത്തൻ എന്ന് പറഞ്ഞാൽ നോക്കിക്കണ്ട് മനസ്സിലായി ഇതുപോലെ ചിന്തിക്കാനുള്ളത്. ദിക്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുസ്മരിക്കാനായിട്ട് വീണ്ടും വീണ്ടും ഓർത്തെടുക്കാനുള്ളത്. ഇനി ആർക്കാണത്? ലികുല്ലി അബ്ദിൻ മുനീബിൻ. ലികുല്ലി അബ്ദിൻ, എല്ലാ അടിമകൾക്കും. എങ്ങനെയുള്ള അടിമകളാണ്? ആ അടിമകളുടെ വിശേഷണമായി പറയുകയാണ് മുനീബിൻ, മുനീബായിട്ടുള്ള അടിമകൾക്ക്. മുനീബായിട്ടുള്ള അടിമകൾക്ക് തഫ്സീർ പറയുകയാണ്, ഐ അദില്ലത്തുൻ മഷ്ഹൂദത്തുൻ തുദക്കിറു ബില്ലാഹി വബദീഇ സൻഇഹി കുല്ല അബ്ദിൻ റജ്ജാഇൻ ബിത്തൗബതി ഇലൈഹി സുബ്ഹാനഹു. ഇവിടെ എന്താ ഉദ്ദേശിച്ചത്? ഈ കാര്യങ്ങൾ, ആകാശത്ത് സൃഷ്ടിപ്പും ഭൂമി സൃഷ്ടിപ്പൊക്കെ അദില്ലത്തുൻ മഷ്ഹൂദത്തുൻ, തെളിവുകളാണ്. അവൻ്റെ മുമ്പിൽ സാക്ഷിയായിട്ടുള്ള, അവന് കാണാൻ പറ്റുന്ന, അവന് അറിയാൻ പറ്റുന്ന തെളിവുകളാണ്. തുദക്കിറു ബില്ലാഹ്, ആ തെളിവുകൾ എന്ത് ചെയ്യുന്നു? അവൻ അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുന്നു. വബദീഇ സൻഇഹി, അതുപോലെ തന്നെ അതിൻ്റെ ആ നിർമ്മാണത്തിൻ്റെ അത്ഭുതം, എത്ര അത്ഭുതത്തോടു കൂടിയാണ് അത് നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളത് അവൻ ഓർമ്മപ്പെടുത്തുന്നത്. എന്താണ് ഓർമ്മപ്പെടുത്തുന്നത്? കുല്ല അബ്ദിൻ റജ്ജാഇൻ ബിത്തൗബതി ഇലൈഹി സുബ്ഹാനഹു, അള്ളാഹുവിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന, മടങ്ങുന്ന എല്ലാ അടിമകൾക്കും തൗബക്ക് വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണത്. ഈ കാണുന്ന കാര്യങ്ങളെല്ലാം അവൻ ചിന്തിക്കുമ്പോൾ, അതിൻ്റെ അത്ഭുതം അവന് ബോധ്യപ്പെടുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? അവന് അള്ളാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടി, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? അവനെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമായിട്ട് മാറുന്നു. ഇവിടെ മുനീബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് മുനീബാകുന്നത്? അല്ലെങ്കിൽ എന്താണ് മുനീബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനാബത്ത് എന്നുള്ള ഇബാദത്ത് അത് തെളിയിക്കുന്നവനാണ് മുനീബ് എന്ന് പറയുന്നത്. ഇനാബത്ത് എന്നുള്ളത് ഇബാദത്തിൻ്റെ ഒരു അവസ്ഥയാണ്, അള്ളാഹു നമ്മൾ ചെയ്യേണ്ട അവസ്ഥയാണ്. എന്താണ് ഇനാബത്ത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ തൗബ ചെയ്തിട്ട് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങിക്കൊണ്ടേ ഇരിക്കുന്നതിനാണ് ഇനാബത്ത് എന്ന് പറയുന്നത്. അഥവാ തൗബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപം അവസാനിപ്പിച്ച് പൊറുക്കലിനെ തേടി മടങ്ങുന്നു എന്നുള്ള അർത്ഥമാണെങ്കിൽ, ഇനാബത്ത് എന്ന് പറഞ്ഞാൽ അതിനുശേഷം ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് അതിലേക്ക് മുന്നേറുന്ന ഒരവസ്ഥക്കാണ് എന്ത് പറയുന്നത്? ഇനാബത്ത് എന്ന് പറയുന്നത്. അങ്ങനെ ധാരാളം അള്ളാഹുവിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന, ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണ് മുനീബ് എന്ന് പറയുന്നത്. ധാരാളം ആയത്തുകളിൽ അല്ലാഹു തആല ഈ മുനീബ് എന്നുള്ള പദം ഉപയോഗിക്കുകയും ഇനാബത്ത് ചെയ്യുന്നവരെ വളരെയധികം അല്ലാഹു തആല പ്രശംസിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലെ ഒരു അത്ഭുതം കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. വനസ്സൽനാ മിനസ്സമാഇ മാഅൻ മുബാറകൻ. വനസ്സൽനാ, നാം ഇറക്കി, മിനസ്സമാ, ആകാശത്തിൽ നിന്ന്, മാഅൻ മുബാറകൻ, ബറക്കത്ത് നിറഞ്ഞിട്ടുള്ള വെള്ളത്തെ, ഐ മത്റൻ നാഫിഅൻ, ഉപകാരപ്രദമായിട്ടുള്ള
മഴയെ ഇറക്കുന്നു. അതായത് അള്ളാഹു എല്ലാ മാൻ മുബാറക്കൻ എന്ന് പറയുമ്പോൾ എല്ലാ ജീവിയുടെയും എല്ലാ ജന്തുജീവജാലങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്തിൽ നിന്നാണ്? വെള്ളത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ജീവജാലങ്ങളുടെയും ജീവൻ നിലനിൽക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള കാര്യമാണെന്ത്? വെള്ളം എന്നുള്ളത്. അതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നത് പോലെ ഉദ്ദേശിക്കുന്ന അളവിൽ ഉദ്ദേശിക്കുന്ന തരത്തിൽ എന്ത് ചെയ്യുന്നു? ഈ ഭൂമിയിലേക്ക് ഇറക്കുന്നു. അപ്പോൾ ഉപകാരപ്രദമായിട്ടുള്ള ആ മത്തറിനാണ് മാഅൻ മുബാറക്കൻ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. മാഅൻ മുബാറക്കൻ, ബറക്കത്ത് നിറഞ്ഞിട്ടുള്ള വെള്ളം, മഴയെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഫഅംബത്നാ ബിഹി, എന്നിട്ട് അള്ളാഹു പറയുകയാണ് ഫഅംബത്നാ, നാം മുളപ്പിക്കുന്നു, ബിഹി, ആ മഴ കൊണ്ട്, ആ വെള്ളം കൊണ്ട്, ജന്നാത്തിൻ, തോട്ടങ്ങളെ, വഹബ്ബൽ ഹസീദി, വിളവെടുക്കുന്ന ധാന്യങ്ങളെയും നാം അതിലൂടെ മുളപ്പിക്കുന്നു, ആ മഴയിലൂടെ മുളപ്പിക്കുന്നു. തഫ്സീർ കാണാം. ഐ അംബത്നൽ ഹദായിഖ വസ്സുറൂഅ അല്ലതി തഹ്സുദൂനഹാ, അതായത് എന്താണ് അതിൻ്റെ ഉദ്ദേശം? അംബത്നൽ ഹദായിഖ, നാം ഇവിടെ മുളപ്പിച്ചു തോട്ടങ്ങളെ, വ്യത്യസ്ത തോട്ടങ്ങളെ, വസ്സുറൂഅ, ധാന്യങ്ങളെ, അല്ലതി തഹ്സുദൂനഹ, നിങ്ങൾ വിളവെടുക്കുന്ന, ഇപ്പോൾ നെല്ലോ അരിയോ ഗോതമ്പോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ആവശ്യത്തിന് വിളവെടുക്കുന്ന ആ തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ മുളപ്പിക്കുന്നു, മനുഷ്യന് ഭക്ഷിക്കാനുള്ളത്. ആകാശത്തെ പറ്റി പറഞ്ഞു ചിന്തിക്കാൻ, ഭൂമിയെ പറ്റി പറഞ്ഞു ചിന്തിക്കാൻ, അതുപോലെ തന്നെ മഴയെ ഇറക്കുന്നതും അതിലൂടെ മുളക്കുന്ന ചെടി ധാന്യങ്ങളെയും പറ്റി പറഞ്ഞു. അടുത്തത് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വന്നഖ്ല ബാസിഖാത്തിൻ, ഉയർന്നു നിൽക്കുന്ന ഈന്തപ്പനകളെ, പ്രത്യേകിച്ചും ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അല്ലെങ്കിൽ ഖുർആൻ ഇറങ്ങുന്ന സന്ദർഭങ്ങളിൽ അറബികൾക്കിടയിൽ ഏറ്റവും അവർക്ക് പരിചിതമായിട്ടുള്ള ഒരു വൃക്ഷമാണ് ഈന്തപ്പന മരം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പല രീതിയിൽ ആ ഈന്തപ്പന മരത്തെ ഉപമിച്ചുകൊണ്ട് ആ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ദൃഷ്ടാന്തമായിട്ട് എല്ലാ ആളുകൾക്കും ദൃഷ്ടാന്തമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷേധിച്ച് നിൽക്കുന്ന ആളുകൾ അവർ അറബികളാണ്, അവർക്ക് ഏറ്റവും പരിചയമുള്ളത്. അതുകൊണ്ടാണ് ഈന്തപ്പനയെ പറ്റി പറഞ്ഞിട്ടുള്ളത്, ഒട്ടകത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത്. കാരണം അവർക്ക് ഏറ്റവും പരിചയമുള്ള ജീവികളും വൃക്ഷങ്ങളുമാണ്. ഈന്തപ്പന മരം ഒരു മുഅ്മിനിന്റെ ഉപമയായിട്ട് അല്ലാഹു തആല ഖുർആനിൽ എടുത്ത് പറഞ്ഞു കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശദീകരിക്കുന്നുണ്ട് ഒരുപാട് ശ്രേഷ്ഠതകളും പ്രത്യേകതകളുമായിട്ട്. അപ്പോൾ ഉയർന്നു നിൽക്കുന്ന ബാസിഖാത്ത് എന്ന് പറഞ്ഞാൽ ഐഷാഹിഖാത്ത്, ഉയർന്നു നിൽക്കുന്ന. ലഹാ ത്വൽഉൻ നദീദുൻ, ആ ഈന്തപ്പന മരത്തിനുണ്ട് ത്വൽഉൻ നദീദുൻ. ത്വൽഉൻ നദീദ് എന്ന് പറഞ്ഞാൽ കുലകളായിക്കൊണ്ട്, അട്ടിയായിക്കൊണ്ട്, ഒരുപാട് കുലകളിലായിക്കൊണ്ട് അട്ടി തട്ടുകൾ ആ നിൽക്കുന്ന നിലക്ക് ഈന്തപ്പനകളും അതിലുണ്ട്. ഐ മിനസ്സമരിൽ മുതറാക്കിബ്, അട്ടിയായിട്ടുള്ള കായികനികൾ അഥവാ ഈന്തപ്പഴം. ബഅദിഹി ഫൗഖ ബഅദിൻ ഷഹിയുൽ അക്ൽ, അത് ചിലത് അഥവാ ആ ഈന്തപ്പനകൾ ഒന്നൊന്നിൻ്റെ മേലെ ആയിക്കൊണ്ട് അട്ടിയായി നിൽക്കുന്ന അവസ്ഥയിൽ ഷഹിയുൽ അക്ൽ, ഭക്ഷിക്കാൻ രുചികരമായിട്ടുള്ള ടേസ്റ്റുള്ള അവസ്ഥയിൽ. ഷഹി എന്ന് പറഞ്ഞാൽ ലദീദ് എന്നുള്ള അർത്ഥത്തിൽ, ടേസ്റ്റുള്ള, രുചിയുള്ള, ഭക്ഷിക്കാൻ ഏറ്റവും രുചിയുള്ള അവസ്ഥയിലായിക്കൊണ്ട് അല്ലാഹു തആല ഈന്തപ്പന മരത്തെയും അതിൽ ഈന്തപ്പനത്തെയും അല്ലാഹു ഒരുക്കിയിട്ടുണ്ട് എന്ന് പറയാണ്. അഥവാ ഇതൊക്കെ വരുന്ന എന്താണ്? അഫലം യൻദുറു എന്നുള്ളത് പറഞ്ഞിട്ടാണ്. അവർ നോൽക്കുന്നില്ലേ, അവർ ആലോചിക്കുന്നില്ലേ, അവർ ചിന്തിക്കുന്നില്ലേ എന്നതിനെ പറ്റി പറഞ്ഞിട്ടാണ്. ഇതിനോരോന്നിനും ധാരാളം പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ ഒട്ടകത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അതിനെ സംബന്ധിച്ച് ധാരാളം പ്രത്യേകതകളുണ്ട്. ഈന്തപ്പന മരത്തിനും ഈന്തപ്പഴത്തിനും ധാരാളം പ്രത്യേകതകളുണ്ട്. അപ്പോൾ അങ്ങനെ അവർക്ക് അറിയാവുന്ന കാര്യങ്ങളെ ചിന്തിക്കാൻ വേണ്ടി അല്ലാഹു തആല ഒരുക്കിയ ഈ സംവിധാനത്തെ, ഭൗതികമായ കാര്യങ്ങളെ എടുത്തു പറഞ്ഞു. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, ഈ പറഞ്ഞ ഈ ചെടികളെയും എല്ലാം ഒരുക്കിയതിനെ പറ്റി പറയാണ് റിസ്ഖൻ ലിൽ ഇബാദ്, റിസ്ഖൻ ലിൽ ഇബാദ്, ഈ അടിമകൾക്ക് ഉപജീവനമായിക്കൊണ്ട്, അവർക്ക് ഉപജീവനമായിക്കൊണ്ട്. ഇവിടെ അല്ലാഹു തആല ഭക്ഷണമായിക്കൊണ്ട് എന്നുള്ള പദമല്ല ഉപയോഗിച്ചത്, അക്ലൻ എന്നുള്ള പദമല്ല ഉപയോഗിച്ചത്, റിസ്ഖൻ എന്നാണ് ഉപയോഗിച്ചത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിക്കാനുള്ള കാരണം? അതാണ് തഫ്സീറിൽ പറയുന്നത്, റിസ്ഖൻ യർതസിഖൂന മിൻഹു തിജാറതൻ വ അക്ലാ, അതൊരു ഉപജീവന മാർഗമാണ്. ഏത് നിലക്ക്? ഭക്ഷിക്കാൻ മാത്രമാണോ? അല്ല, അവർ കച്ചവടം ചെയ്ത്
വരുമാനമുണ്ടാക്കുന്ന സമ്പാദിക്കുന്ന ഒരു കാര്യം കൂടിയായിരുന്നു എന്ത് ഈന്തപ്പന കൃഷി എന്നുള്ളത്. പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്തു വന്നപ്പോൾ മദീനയിലുള്ള അൻസാരികളുടെ പ്രധാനപ്പെട്ട ഒരു വരുമാനം കൃഷിയും കാര്യങ്ങളാണ്. അതിൽ ഈന്തപ്പന പ്രധാനപ്പെട്ടതാണ്. അറബികൾക്കിടയിൽ പ്രധാനപ്പെട്ട ഒരു കച്ചവടമായിരുന്നു അത്. അപ്പോൾ കച്ചവടം കൊണ്ട് അത് കച്ചവടം ചെയ്ത് പണമുണ്ടാക്കാനും സമ്പാദിക്കാനും അല്ലാതെ ഭക്ഷിക്കാനും എല്ലാം നിലക്ക് ഒരു റിസ്ഖായിരുന്നു ഇതുപോലുള്ള കാര്യങ്ങൾ. എല്ലാ നിലക്കും അതൊരു റിസ്ഖാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയാണ്, വഹ്യൈന ബിഹി, നാം അതിനെ കൊണ്ട് ജീവിപ്പിക്കുന്നു. അഹ്യൈന പറഞ്ഞാൽ ജീവസുറ്റതാക്കുന്നു. ബിഹി, ആ ബിഹി എന്നുള്ള ആ വമീർ മടങ്ങുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫഅംബത്നാ ബിഹി എന്നതിലേക്കാണ്, അഥവാ വെള്ളത്തിലേക്ക്. മാഅൻ മുബാറക എന്ന് പറഞ്ഞല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. ആ വെള്ളം കൊണ്ട് ഐ ബിൽ മാഇൽ മുബാറകിൻ നാഫി', ഉപകാരപ്രദമായ അല്ലാഹു തആല ഇറക്കിയിട്ടുള്ള ആ വെള്ളം കൊണ്ട് ജീവസുറ്റതാക്കുന്നു. ബൽദതൻ മൈത, മൈത്തൻ എന്ന് പറഞ്ഞാൽ ചത്തുപോയ ജീവനില്ലാത്ത നാടിനെ, അഥവാ ഉദ്ദേശിക്കുന്നത് സ്ഥലത്തെ, അഥവാ വരണ്ടുപോയ ഒരു ചെടിയും മുളക്കാത്ത ആ നിലക്കായിട്ടുള്ള ഒരു മണ്ണിനെ, പ്രദേശത്തെ ജീവസുറ്റതാക്കുന്നു ഈ മഴയെ കൊണ്ട്. ഐ ലാ നബത ഫീഹ, അതായത് ഒരു ചെടിയുമില്ലാത്ത ഒരു സ്ഥലത്തെ. കദാലിക്കൽ ഖുറൂജ്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എന്തിനാ അറിയോ? ഈ മഴ വർഷിച്ചതും ചെടി മുളച്ചതും ഒക്കെ പ്രത്യേകം എടുത്ത് പറഞ്ഞത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. കദാലിക്കൽ ഖുറൂജ്, അതുപോലെയാണ് ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവുക. ഖുറൂജ്, പുറപ്പെടൽ ഉണ്ടാവുക എന്നുള്ളത്. ഐ മിനൽ ഖുബൂരി ഐ കദാലിക്കൽ ബഅത്ത് മിൻഹ, ഖബറുകളിൽ നിന്ന് പുറപ്പെടുന്നത് അതുപോലെയായിരിക്കും. അതായത് ആ ഖബറുകളിൽ നിന്നുള്ള പുനരുത്ഥാനം. ബഅത്ത് എന്നുള്ളതിന് പുനരുത്ഥാനം എന്നാണ് മലയാളത്തിൽ പറയാറുള്ളത്, ഉയർത്തെഴുന്നേൽക്കുക എന്നുള്ളത്. അത് ഈ ചെടികൾ മുളച്ചു വരുന്നത് പോലെയായിരിക്കും എന്നുള്ളത്. ഇത് അല്ലാഹു തആല ഖുർആനിൽ ധാരാളം സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഉപമയാണ്. അഥവാ വരണ്ടു പോയ, ഉണങ്ങിപ്പോയ ഒരു പ്രദേശം, ഒരു സ്ഥലം, കല്ല് പോലെയായിട്ടുള്ള സ്ഥലം, അതിലേക്ക് അല്ലാഹു തആല മഴ വർഷിച്ച് വീണ്ടും അതിൽ നിന്ന് ചെടികളും കായ്ക്കനികളും എല്ലാം മുളച്ചു പൊന്തിച്ചു വരുന്നുണ്ട് എങ്കിൽ, അതുപോലെ മരണപ്പെട്ട് ഭൂമിയിലേക്ക് ദ്രവിച്ചു പോയാലും നിങ്ങൾ എന്തു ചെയ്യും? അല്ലാഹു തആല വീണ്ടും പുറത്തു കൊണ്ടുവരും എന്നുള്ളത്. ഈ ഒരു കാര്യത്തെ ഓർമ്മപ്പെടുത്താനും അവർക്ക് ചിന്തിക്കാനുമാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നമ്മൾ ദഅവത്ത് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആളുകൾക്ക് ദീന് പറഞ്ഞു കൊടുക്കുമ്പോൾ, ആളുകൾ ദീനിലേക്ക് ക്ഷണിക്കുമ്പോൾ, ഭൂരിഭാഗം ആളുകളും ഉള്ളിൽ എന്താണ്? നിരീശ്വരവാദം വെച്ച് നടക്കുന്ന ആളുകളാണ്. അവർ ഏതെങ്കിലും മതത്തിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞാലും, ഇനി ജന്മന ഒരു മുസ്ലിം പേരുള്ള ആളുകളാണെങ്കിലും, അവർക്ക് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ധാരാളം ആളുകളുണ്ട്. പ്രത്യേകിച്ചും ഈ ആധുനിക കാലത്തെ ന്യൂ ജനറേഷൻ ആളുകളിലൊക്കെ ധാരാളം ആളുകൾക്ക് അവരുടെ അഖീദ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൽഹാദാണ്. അവർക്ക് പുനരുദ്ധാനത്തിൽ വിശ്വാസം ഒന്നും ഉറച്ചിട്ടൊന്നുമില്ല. അവർക്ക് പരലോകത്തിലുള്ള വിശ്വാസമോ നരകമോ സ്വർഗമോ അള്ളാഹുവിൽ വിശ്വാസമോ അതിനെപ്പറ്റിയൊന്നും ചിന്തയില്ല. ഇനി വാപ്പയും ഉമ്മയും മുസ്ലിം ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഞാനൊരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് ആ നിലയ്ക്ക് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിലും, പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു അവസ്ഥയാണ്. നമ്മൾ അഖീദ തൗഹീദിലൊക്കെ പറഞ്ഞ പോലെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിൻ്റെ അനന്തരഫലമാണ്. അപ്പോൾ അവരോടൊക്കെ ദഅവത്ത് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ചിന്തിക്കാനുള്ളൊരു മാർഗമായിട്ട് ഇതുപോലുള്ള രീതി നമുക്ക് സ്വീകരിക്കാം. കാരണം അല്ലാഹു തആല ഇങ്ങനെയാണ് കുഫാറുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ, നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കിക്കൂടെ, ഇതിലൊക്കെ എത്ര അത്ഭുതമുണ്ട്. അപ്പോൾ ഈ നിലക്ക് നമ്മൾ ആളുകൾക്ക് ദീന് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ഇവിടെ കഴിഞ്ഞ ദിവസത്തിൽ നാം സൂചിപ്പിച്ചൊരായത്തായിരുന്നു. പക്ഷെ അതെന്തായാലും അത് വായിച്ച് അതിനെ ചെറിയ രീതിയിൽ പറയേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട്, കാരണം ഈ ഒരു ആശയത്തെ മനോഹരമായി പ്രതിപാദിക്കുന്ന ആയത്താണ് സൂറത്തുൽ ഹജ്ജിലെ 5-ാമത്തെ ആയത്ത്. കഴിഞ്ഞ ദിവസത്തിൽ നാം പരാമർശിക്കുകയുണ്ടായി. ആ ആയത്തുകളെല്ലാവരും ഒന്ന് നോക്കണം, അല്ലെങ്കിൽ നോക്കേണ്ട ആയത്താണ് എന്നുള്ളത്. കാരണം ഈ ആകാശഭൂമികൾ 2 കാര്യങ്ങളിലേക്കാണ് അള്ളാഹു സൃഷ്ടിപ്പിൻ്റെ വിഷയത്തിൽ നോക്കി ചിന്തിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഭൗതികമായി നമ്മൾ കാണുന്ന നമ്മുടെ ചുറ്റുമുള്ള കൗന്, ആകാശം, ഭൂമി, അതുപോലെയുള്ള സൃഷ്ടിപ്പുകൾ, അതുപോലുള്ള കാര്യങ്ങൾ. രണ്ടാമത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തിലേക്ക് നോക്കുന്നില്ലേ എന്നുള്ളതാണ്. നിങ്ങളുടെ സ്വന്തത്തിൽ നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാൻ, ചിന്തിക്കാനുള്ള ദൃഷ്ടാന്തങ്ങൾ നിങ്ങളുടെ സ്വന്തത്തിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആകാശവും ഭൂമിയും അതുപോലുള്ള കാര്യങ്ങളെ ഉറ്റാലോചിക്കണം, ചിന്തിക്കണം, അതിൻ്റെ പ്രാധാന്യം, ആ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്നിട്ട് അല്ലാഹു തആല പുനരുദ്ധാനത്തെ പറ്റി പറയുന്നത് ഇപ്പോൾ ഈ ആയത്തുകളിൽ കണ്ടു. ഇനി മനുഷ്യൻ്റെ സ്വന്തത്തിനെ കുറിച്ച്, അവൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കാൻ പറഞ്ഞൊരായത്താണ് സൂറത്തുൽ ഹജ്ജിലെ
5-ാമത്തെ ആയത്ത്. ഈ ആയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബഅസിനെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. അതാ ബഅസ് ഇല്ല, നമ്മൾ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ എല്ല് പൊടിച്ചിട്ട് ഊതിയിട്ട് പറഞ്ഞ ആളുകൾക്ക് സൂറത്ത് യാസീനിൽ അവസാനം പറഞ്ഞ അള്ളാഹു താക്കീത് നൽകിയതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുനരുദ്ധാനം നടത്തുകയും നിന്നെ നരകത്തിലിടുകയും എല്ലാം മറുപടി പറഞ്ഞ സംഭവം. പിന്നെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്, അവർ പരലോകത്ത് യഖീനുള്ള ആളുകളാണ് എന്ന് അള്ളാഹു തആല എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇതിനിടയിൽ ചില ആളുകളുണ്ട്, അതാണ് ഭൂരിഭാഗം ആളുകൾ ഉണ്ടാവുക, സംശയത്തിലുള്ള ആളുകൾ. ഉണ്ടാവുമോ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റ് വരുമോ, ഇനി ഇല്ലേ, അതെങ്ങനെയോ സംഭവിക്കുക, അത് സംഭവിക്കുമോ, അവർ നിഷേധിക്കില്ല, എന്നാൽ പൂർണ്ണമായി യഖീനിൽ എത്തിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകളായിരിക്കും കൂടുതൽ. അങ്ങനെയുള്ള ആളുകളോടാണ് അള്ളാഹു തആല സൂറത്തുൽ ഹജ്ജിലെ 5-ാമത്തെ ആയത്തിൽ ഒരു അഭിസംബോധന നടത്തി പറയുന്നത്, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസ്. അള്ളാഹു തആല ആരംഭിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പുനരുദ്ധാനത്തിൻ്റെ വിഷയത്തിൽ, ബഅസിൻ്റെ വിഷയത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സംശയത്തിലാണ് എങ്കിൽ, നിങ്ങൾക്കതിൽ എന്തെങ്കിലും ഒരു സംശയമുണ്ട് എങ്കിൽ അള്ളാഹു പറയുകയാണ്, ഫഇന്നാ ഖലഖനാകും മിൻ തുറാബിൻ. നാം നിങ്ങളെ സൃഷ്ടിച്ചത്, ആദ്യമായിട്ട് നിങ്ങളെ സൃഷ്ടിപ്പ് നടത്തിയത് മണ്ണിൽ നിന്നാണ്. ثم من نطفة ثم من علقة ثم من مضغة مخلقة وغير مخلقة ثم من نطفة. പിന്നെ ഒരു ബീജമായിക്കൊണ്ട്, ഒരു പിതാവിൻ്റെ മുതുകിൽ നിന്ന് ഉണ്ടായി വരുന്ന ആ തെറിച്ച് വീഴുന്ന ഒരു ബീജമായിക്കൊണ്ട്, സുമ്മ മിൻ അലഖ, പിന്നെ അതൊരു ഭ്രൂണമായി മാറുന്നു, അതിൻ്റെ ഓരോ ഘട്ടങ്ങളും മാറി വരുന്നു. ഇത് സത്യം പറഞ്ഞാൽ വളരെ അത്ഭുതമാണ് ഈ കാര്യം, വളരെ അത്ഭുതം. കാരണം ഇന്ന് ഈ ഒരു വിഷയങ്ങൾ പല രീതിയിൽ പഠിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ അറിയപ്പെടുന്ന, ചർച്ച ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലൊക്കെ മാറിയിട്ടുണ്ട് എങ്കിൽ പോലും ഈ കാര്യങ്ങളൊന്നും ഒരു നിലക്കും മനസ്സിലാകാത്തൊരു കാലം, ഒരു നിലക്കും ബോധ്യപ്പെടാത്തൊരു കാലം, അന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് പാരായണം ചെയ്യുന്നത്. പറയാണ് പിന്നീട് ഭ്രൂണമാകുന്നു. സുമ്മ മിൻ മുദ്ഗത്തിൻ മുഖല്ലഖത്തിൻ വഗൈരി മുഖല്ലഖ. പിന്നീട് ഒരു മാംസകഷ്ണമാകുന്നു, ഒരു സൃഷ്ടിക്കപ്പെട്ടുള്ള ഒരു കോലമുള്ള രൂപത്തിലാകുന്നു. വഗൈരിൽ മുഖല്ലഖ, അല്ലെങ്കിൽ അതല്ലാതെ ശരിയായ രൂപത്തിലല്ലാതെ പിന്നെ രൂപം പ്രാപിക്കാതെ അലസി പോകുന്ന രീതിയിലായിത്തീരുന്ന കോലത്തിലും ആയിത്തീരുന്നു. ലിനുബയ്യിന ലക്കും. എന്നിട്ട് അള്ളാഹു പറയാണ്, നിങ്ങൾക്ക് നാം വ്യക്തമാക്കി തരികയാണ്, വിശദീകരിച്ചു തരികയാണ്. വനുഖിറു ഫിൽ അർഹാമി മാ നശാഉ ഇലാ അജലിൻ മുസമ്മ. എന്നിട്ട് അള്ളാഹു പറയാണ്, വനുഖിറു, നാം നിലനിർത്തുന്നു അല്ലെങ്കിൽ അവിടെ വെക്കുന്നു, ഫിൽ അർഹാമി, ഗർഭപാത്രങ്ങളിൽ, മാ നശാഉ ഇലാ അജലിൻ മുസമ്മ, നാം ഉദ്ദേശിക്കുന്ന ഒരു കാലം വരെ. അള്ളാഹു തആല ഉദ്ദേശിക്കുന്ന കാലം എത്രയും ഒരു കുട്ടി ഉമ്മാന്റെ ഗർഭപാത്രത്തിലായിരിക്കുമെന്നാണ്. അത് 10 മാസം എന്നുള്ളത്, അല്ലെങ്കിൽ 9 മാസം 10 ദിവസം എന്നുള്ളത്, അതിനേക്കാൾ കൂടുതലായിട്ടും ഗർഭം ചുമന്ന സംഭവങ്ങൾ സഹീഹായിക്കൊണ്ട്, റിവായത്തുകളായിക്കൊണ്ട് ഇബ്നു കസീർ റഹിമഹുല്ലാ അതിൻ്റെ തഫ്സീറിൽ കൊണ്ടുവരുന്നുണ്ട്. 2-3 വർഷം ഗർഭം ധരിച്ച ചില സംഭവങ്ങളും, അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഗർഭം ചുമന്ന ചില സംഭവങ്ങളൊക്കെ മുൻകാലത്തുണ്ടായിട്ടുണ്ട്. അത് സംഭവിക്കാവുന്ന കാര്യവുമാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്ന കാലം ഗർഭപാത്രത്തിൽ അള്ളാഹു വെക്കും. ചിലപ്പോൾ കുറവായിരിക്കും, ചിലപ്പോൾ 6 മാസത്തിൽ ജനിക്കുന്ന, അല്ലെങ്കിൽ 8 മാസത്തിൽ ജനിക്കുന്ന, അങ്ങനെയൊക്കെ ഉണ്ടാവും അള്ളാഹു ഉദ്ദേശിക്കുന്ന അത്ര കാലം. സുമ്മ നുഖ്രിജുകും തിഫ്ലാ. പിന്നീട് നാം ഒരു കുട്ടിയായിക്കൊണ്ട് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നു. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ അള്ളാഹു പറയുന്നത്, നാമാണ് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹുവിടെ പറഞ്ഞത് നിങ്ങൾ പുറത്തു വരുന്നു എന്നല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മ പുറത്തേക്ക് കൊണ്ടുവരുന്നു എന്നല്ല. അള്ളാഹു പറയാണ്, സുമ്മ നുഖ്രിജുകും തിഫ്ലാ, ഒരു കുട്ടിയായി നിങ്ങളെ പുറത്തേക്ക് വരുന്നു. ഇത് പുറത്തേക്ക് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് ജീവനില്ലെങ്കിലും കുട്ടി പുറത്തേക്ക് വരും. അതായത് ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ഗർഭം, ആ കുട്ടി ആ ശവത്തിൽ നിന്ന് പുറത്തേക്ക് വരും. കുട്ടി ജീവനില്ലെങ്കിലും അത് പുറത്തേക്ക് ചാടുമെന്നാണ്, പുറത്തേക്ക് വരും. സുമ്മ ലിതബ്ലുഗു അശുദ്ധക്കും. എന്നിട്ട് പറയാണ്, പിന്നെ നിങ്ങൾ ഏറ്റവും ശക്തി പ്രാപിച്ച രൂപത്തിലാകുന്നു, അഥവാ യുവത്വം, അതുപോലെ തന്നെ മധ്യവയസ്കനാകുന്ന ആരോഗ്യവും ശക്തിയുമുള്ള അവസ്ഥയിലാകുന്നു. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, വമിൻകും മയ്യുതവഫ, നിങ്ങളിലുണ്ട് ചിലർ നേരത്തെ മരിച്ചു പോകും, ആ ആരോഗ്യമുള്ള അവസ്ഥയിൽ തന്നെ മരിച്ചു പോകും എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്. വമിൻകും മയ്യുറദ്ദു ഇലാ അർദലിൽ ഉമർ, നിങ്ങളിൽ ചിലപ്പോൾ ഏറ്റവും പ്രായാധിക്യത്തിൽ
ഏറ്റവും പ്രായാധിക്യത്തിലെത്തുന്ന അവസ്ഥയിലെത്തുന്നവരുണ്ട്. ലികൈ ലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ഷൈഅ, അറിവുണ്ടായതിന് ശേഷം ഒരു അറിവുമില്ലാത്ത അവസ്ഥയിൽ. അതായത് നമുക്കിപ്പോൾ കുറേ കാര്യങ്ങൾ അറിയാം, സംസാരിക്കാൻ അറിയാം, ഒരുപാട് കാര്യങ്ങൾ അറിവുണ്ട്, എന്നാൽ ഇതൊന്നുമില്ലാത്ത അവസ്ഥയിൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ജീവിതത്തിൽ, ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ വയസ്സായ ആൾക്കാരുണ്ടാവും, പ്രായമായ ആളുകളുണ്ടാവും. ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് അറിവുണ്ടായിരുന്ന, ഒരുപാട് വലിയ ഉദ്യോഗസ്ഥനായിരുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് പോലും ഓർമ്മയില്ല, സ്വന്തം പേര് പോലും അയാൾക്കറിയില്ല, മറന്നുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഓർമ്മയില്ല. ആ നിലക്ക് പ്രായാധിക്യത്തിലെത്തിയ ആളെ ഒരു രോഗസന്ദർശനത്തിന് കാണാനിടയായിട്ടുണ്ട്. അപ്പോൾ ധാരാളം ആളുകൾ അങ്ങനെയുണ്ട്, ചിലർ ആ അവസ്ഥയിലെത്തുന്നു. എന്നിട്ട് അള്ളാഹു തആല ഇത്രയും പറഞ്ഞിട്ട് നിർത്തിയിട്ട് അള്ളാഹു പറയാണ്, വതറൽ അർള ഹാമിദതൻ, നിങ്ങൾ ഭൂമിയെ കാണുന്നുണ്ട് വറ്റി വരണ്ട അവസ്ഥയിൽ. ഫൈദാ അൻസൽനാ അലൈഹൽ മാഅ, അതിലേക്ക് നാം വെള്ളമിറക്കിയാൽ ഇഹ്തസ്സത് വറബത് വംബതത്, അതൊന്ന് ഇളകി അതിലൊന്ന് മാറ്റം വന്ന് അതിൽ നിന്ന് ചെടികൾ മുളച്ചു വരുന്നു. മിൻ കുല്ലി സൗജിൻ ബഹീജ്, അതിൽ നിന്ന് വ്യത്യസ്ത കനികൾ, കായ്ക്കനികളെല്ലാം, ചെടികളെല്ലാം മുളച്ചു വരുന്നു. എന്നിട്ട് ഇതിൻ്റെ അവസാനത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്ന കാര്യം അതാണ്, അന്ത്യനാൾ സംഭവിക്കുക തന്നെ ചെയ്യും, ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും. ഇവിടെ നോക്കൂ, മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ കാര്യം പറഞ്ഞിട്ട് അള്ളാഹു പിന്നെ പറഞ്ഞ എന്താ? അതിന് ശേഷമൊന്നും പറഞ്ഞിട്ടില്ല. ചിലർ നേരത്തെ മരിച്ചു പോകുന്നു, ചിലർ പ്രായാധിക്യത്തിലെത്തി മരിച്ചു പോകണമെന്ന് പറഞ്ഞു. പിന്നെ അള്ളാഹു പറഞ്ഞ എന്താ? ഭൂമി വറ്റി വരണ്ടിട്ട് അതിൽ നിന്ന് ചെടി മുളച്ചു വരുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. എന്താ അതിൻ്റെ ഉദ്ദേശം? ഈ അവസ്ഥയിൽ നിങ്ങൾ മരിച്ചുപോയി ഇല്ലാതായാലും നിങ്ങൾ അതുപോലെ ആ ചെടികൾ വീണ്ടും അതിൽ മുളച്ചു വന്നതുപോലെ നിങ്ങളെ അല്ലാഹു തആല ഉയർത്തെഴുന്നേൽപ്പിച്ച് പുനരുദ്ധാനം നിങ്ങളിൽ കൊണ്ടുവരുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വളരെയധികം ചിന്തിക്കേണ്ട, ഉറ്റാലോചിക്കേണ്ട സംഭവങ്ങളാണ്. ഇത് നമ്മുടെ ഈമാനിൽ വലിയ സ്വാധീനം ചെലുത്തും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നിസ്കാരത്തിന് എഴുന്നേറ്റാൽ ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ട് ആ ആയത്തുകൾ പാരായണം ചെയ്തിരുന്നത്. ആ ആയത്തുകൾ ഉറ്റാലോചിക്കാനുള്ള, ചിന്തിക്കാനുള്ള ആയത്തുകളാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതും ഉലമാക്കൾ അത് മുസ്തഹബാണെന്ന് പഠിപ്പിക്കാനുമുള്ള കാരണം. ആ ആയത്തുകളിൽ പറയുന്ന കാര്യം ആകാശഭൂമികളെ സൃഷ്ടിപ്പും അതിനെക്കുറിച്ച് ഉറ്റാലോചിക്കാനുമുള്ള പ്രോത്സാഹനവും പ്രേരണയുമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിഷേധിക്കുന്ന ആളുകൾ, ആ ആളുകളോട് അല്ലാഹു തആല ഓർമ്മപ്പെടുത്താൻ, ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. ഇനി എന്നിട്ടും ചിന്തിക്കാത്ത ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തുകളിൽ പരാമർശിക്കുന്നത് മുൻപ് ഇവരെ പോലെ അല്ലെങ്കിൽ ഈ ആളുകളെ പോലെ നിഷേധിച്ച ആളുകൾ, അവർക്ക് സംഭവിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ അവരെ ഏതവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് അടുത്ത ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നത്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനെയും പുനരുദ്ധാനത്തെയും പരലോകത്തെയും എല്ലാം ഓർമ്മപ്പെടുത്തുന്ന കാര്യവും ശേഷം മരണവും മരണത്തിന് ശേഷമുള്ള വിചാരണയും അതിനുശേഷം ഉണ്ടാകുന്ന അവസ്ഥകളുമെല്ലാം അല്ലാഹു തആല ഈ സൂറത്തിൽ പരാമർശിക്കുന്നുണ്ട്. അടുത്ത ആയത്തുകൾ നമുക്ക് അടുത്ത ദർസിൽ നോക്കാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.